നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്തിലെ അനുഗ്രഹ സ്മാർട്ട് അംഗൻവാടിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. അഴിമതി ആരോപണമായി രംഗത്തെത്തിയ പ്രതിപക്ഷം അംഗൻവാടിയിൽ ഒരുക്കുന്ന പുതിയ പദ്ധതികളിൽ വിരളി പൂണ്ടാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഭരണപക്ഷം. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഞെരുവശ്ശേരി പാലശ്ശേരി സ്വദേശി കുപ്ലിക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള ആഷിഖിനെയാണ് റിമാൻഡ് ചെയ്തത്. കോടന്നൂർ ശാസ്താം കടവിൽ മോഷണം. ആതിര ഫീഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കള്ളൻ കയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ 4-ന് ലഭിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ അപകട ഭീഷണി ഉയർത്തി ഒരു അംഗൻവാടി കെട്ടിടം. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം നടത്തിയ കെട്ടിടമാണ് ചോർന്നൊലിച്ച് ശോചനീയാവസ്ഥയിലായത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ 2024-ൽ TN പ്രതാപൻ MP അനുവദിച്ച 25 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടമാണ് ചോർന്നൊലിക്കുന്നത്. അനുഗ്രഹ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ തറയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ഭിത്തിയിൽ നിന്നും വെള്ളം ചോർന്നിറങ്ങുന്നതിനാൽ കെട്ടിടം നിലംപൊത്തുമെന്ന ആശങ്കയുണ്ടെന്നും ആരോപണം. ഭിത്തി വാർപ്പും വിണ്ടുകീറിയ അവസ്ഥയുമാണ്. 500 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള കെട്ടിട നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ എത്തിച്ചെങ്കിലും നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് തടഞ്ഞിട്ടുമുണ്ട്. ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയും LDF പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന സംഭവത്തിൽ പ്രതിഷേധ ധർണയും നടത്തി. ലോക്കൽ സെക്രട്ടറി AV സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് TN പ്രതാപന്റെ 25 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചേർപ്പ് പഞ്ചായത്തും കോൺട്രാക്ടറും അതിൻ്റെ കെങ്കരന്മാരും ധന്യാസുനിൽ അടക്കമുള്ള വാർഡ് മെമ്പർ അടക്കം വീതം വെച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് പണിത ഈ അംഗൻവാടി ഈ മഴയിൽ പൂർണ്ണമായും ചോർന്നൊലിക്കുകയാണ്. ഞങ്ങളിതെല്ലാം പോയി കണ്ടു. അകത്ത് മുഴുവൻ വെള്ളമാണ്. എല്ലാം വിണ്ടിരിക്കുന്നു. ചുമരുകളും മെയിൻ സ്ലാബും എല്ലാം വിണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടാൻ കാരണം ഇന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ നാളെ മുടക്ക് ചുളിവിൽ 2 പണിക്കാരെ കൊണ്ടുവന്ന് ഓട്ടടയ്ക്കാൻ നോക്കുകയാണ്. കുറച്ച് സിമെൻ്റൊക്കെ ഇട്ട് മുകളിൽ മുഴുവൻ പൊളിച്ചു പണിയേണ്ട സ്ഥിതിയിലേക്കാണ്. 5ഓളം കുട്ടികൾ ഇവിടെ അധ്യയനം നടക്കുന്ന ഈ അംഗൻവാടി ആ കുട്ടികളുടെ ജീവന് വരെ ഭീഷണിയാണ്. ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും ഉണ്ട്. അവരടക്കം അതിനടിയിൽപ്പെടുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഈ അംഗൻവാടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി അതിന് മറുപടി പറയുകയും വേണ്ടി വന്നാൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, നസീജ മുത്തലീഫ്, സുനിത ജിനു, PC പ്രഹ്ലാദൻ, നേതാക്കളായ MH സജീർ, രാഹുൽ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉണ്ടായിരുന്നു. ഇന്നലെ ഈ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ICDS സൂപ്പർവൈസർ ഈ കെട്ടിടത്തിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞൊരു കത്ത് അജണ്ട ഇട്ടിട്ടല്ലാതെ അതിൽ സംസാരിക്കേണ്ടായി. അപ്പോൾ ഞാൻ പ്രത്യേകം ഇവിടുത്തെ വാർഡ് മെമ്പറായ ധന്യാസുനിലിനോട് ചോദിച്ചതാണ്, ഈ കെട്ടിടത്തിന് ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചതാണ്. ധന്യാസുനിൽ ഈ കെട്ടിടത്തിന് ഒരു ചോർച്ചയില്ല എന്നാണ് പറഞ്ഞത്. ഓവർസിയറോട് വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഓവർസിയറെ ഞാൻ അപ്പം തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓവർസിയർ പറഞ്ഞത് ഈ കെട്ടിടത്തിന് ചോർച്ചയില്ല എന്നാണ് പറഞ്ഞത്. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നതാണ് ആ കമ്മിറ്റിയിൽ. ഈ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കെട്ടിടത്തിന് ചോർച്ചയില്ല എന്ന് പറഞ്ഞ ആ പഞ്ചായത്തിലെ ഭരണസമിതിയെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് കൂടി പഞ്ചായത്തിലെ ഓവർസിയർ ഇവിടെ എത്തുകയുണ്ടായി. ഓവർസിയർ ഇവിടെ എത്തി പണിക്കാരെ കൊണ്ടുവന്ന് പണിയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ വന്ന ആളുകൾ ചോദിച്ചപ്പോൾ അവർ ഡ്രസ് വർക്കാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ AEനെ വിളിച്ച് ചോദിച്ചപ്പോൾ ചോർന്നൊലിച്ചത് അടയ്ക്കാൻ വന്നതാണെന്നാണ് AE പറഞ്ഞത്. അപ്പോൾ ഈ അംഗൻവാടിക്ക് ചോർച്ചയുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കൃത്യമായി ഈ ആളുകളെല്ലാം വഞ്ചിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. 25 ലക്ഷം രൂപയുടെ നമ്മളൊരു വീട് പണിയാണെങ്കിൽ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടാണ് ആ വീട് പണിയുക. ഇതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഫുൾ അഴിമതിയാണെന്നുള്ളത്.
മുന്നേ തന്നെ ഈ വാർഡ് മെമ്പറോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു തരത്തിലും അവിടെ ഒരു ചോർച്ചയോ ഒന്നുമില്ല, നിങ്ങൾക്ക് കമ്മിറ്റിയിലുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് കണ്ട് പരിശോധിക്കാവുന്നതാണെന്ന് ഇന്നലത്തെ കമ്മിറ്റിയിൽ വാർഡ് മെമ്പർ പറഞ്ഞു നിന്നതാണ്. അപ്പോൾ ഇതിന് അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു തർക്കമില്ല. ചേർപ്പ് പഞ്ചായത്തിലെ അനുഗ്രഹ സ്മാർട്ട് അംഗൻവാടിയുടെ ചോർച്ചയിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. അംഗൻവാടിയിൽ ഒരുക്കുന്ന പുതിയ പദ്ധതികളിൽ വിരളി പൂണ്ടാണ് പ്രതിപക്ഷം വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് ഭരണപക്ഷത്തിന്റെ വിമർശനം. രണ്ടാഴ്ച മുൻപ് എയർഹോളിൽ നിന്ന് വെള്ളം വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറോടും ഓവർസിയറോടും വിവരം ധരിപ്പിക്കുകയും അവർ നേരിട്ടെത്തി പരിശോധിക്കുകയും എയർഹോൾ അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും അറിയിച്ചിട്ടുള്ളതാണ്. പണി നടക്കാൻ വൈകിയപ്പോൾ നിരവധി തവണ ഈ വിവരം അറിയിച്ചെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ഓവർസിയറുടെയും ഭാഗത്തു നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന പണിക്കാർ അംഗൻവാടിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താനായി എത്തിയപ്പോൾ അവരെ തടഞ്ഞ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഈ പ്രശ്നത്തെ വക്രീകരിക്കുകയാണെന്നും അനാസ്ഥ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും വാർഡ് മെമ്പർ ധന്യ സുനിൽ പറഞ്ഞു. ടീച്ചർ ഈ അംഗൻവാടി വിഷയത്തെ പറ്റി നമ്മളെ ഇങ്ങനൊരു ചെറിയൊരു പ്രശ്നം, ഒരു വെള്ളം ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ഇവിടുത്തെ പഞ്ചായത്ത് എയിനും ഓവർസിയറിനെയും അറിയിക്കുകയും അതുപോലെ തന്നെ കോൺട്രാക്ടർ അറിയിക്കുകയും ചെയ്തു. അവരോട് വന്നിട്ട് അതിനെന്താണ് പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇത് ഓവർസിയറോട് സംസാരിച്ചു, അവരോട് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണമെന്ന് ഞാൻ ഓവർസിയറോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ളതാണ്. മഴ എന്നുള്ളൊരു പ്രശ്നമാണ് അവർ ഈ വൈകുന്നതിന് കാരണം പറഞ്ഞിരുന്നത്. മഴ അടച്ചു പിടിച്ച കാരണം അവർക്ക് വന്നാൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പെട്ടെന്ന് ഒരു പ്രശ്നം അവിടെ വീണ്ടും ഉള്ളിലേക്ക് അവർ പണിയുന്നത് വരെ വരാതിരിക്കാൻ വേണ്ടി ഒരു ടാർപ്പായ അവിടെ ആ എയർഹോളിൻ്റെ അവിടെ ഇടുകയും അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അംഗൻവാടിയിൽ പോയിട്ട് ഞാൻ ടീച്ചറോട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഇല്ല അതിനുശേഷം ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ടീച്ചർ ഇന്നലെ വരെ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ ഭേദമായിട്ട് ടീച്ചർ അത് വളച്ചൊടിച്ച് ഒരു വലിയ പ്രശ്നമാക്കി ഒരു രാഷ്ട്രീയ സമരം വരെ നടത്തേണ്ട ഒരു സിറ്റുവേഷൻ ടീച്ചർ ഉണ്ടാക്കി. അവിടെ ടീച്ചർക്ക് അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കേണ്ടത് വാർഡ് മെമ്പറായ എന്നെയാണ്. എന്നോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ അവിടെ പോയിട്ടാണ് വിളിച്ചുകൊണ്ടല്ല സംസാരിക്കാറ്, പോയിട്ട് സംസാരിക്കുമ്പോൾ ടീച്ചർ അവിടെ ഒരു പ്രശ്നമില്ല, ഹെൽപ്പറും ഒരു പ്രശ്നവും ഇല്ല എന്ന് എന്നോട് പറയാറ്. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ വിപുലമായ കളിമുറ്റമടക്കം അംഗൻവാടിയിൽ ഒരുക്കുകയാണെന്നും അതിൽ വിരളി പൂണ്ട ചിലർ നടത്തുന്ന സമരനാടകങ്ങളാണ് ഇതെന്നും ധന്യ സുനിൽ ആരോപിച്ചു. പുതിയ ബിൽഡിംഗ് വർക്കിന് പരിപാലന ചുമതല 5 വർഷമാണ്. ഈ കാലയളവിൽ ബിൽഡിങ്ങിന് എന്തു സംഭവിച്ചാലും കരാറുകാരൻ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തും പറഞ്ഞു. ഈ പ്രവൃത്തിയുടെ കാലയളവ്, ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ കാലയളവ് 5 വർഷമാണ് പുതിയ കെട്ടിടത്തിൻ്റെ. ഈ 5 വർഷ കാലയളവിനുള്ള ഇടയിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരാറുകാരൻ്റേതാണ്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വാർഡ് മെമ്പർ എഞ്ചിനീയറെയും ഓവർസിയറെയും അതുപോലെ തന്നെ കരാറുകാരനെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്യാനായിട്ട് വന്ന ആളുകളെയാണ് ഇന്നിപ്പോൾ സമരക്കാർ അവിടെ നിന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് സെക്കൻഡ് സാറ്റർഡേ ആണ് എന്ന് കരുതി ഓവർസിയർമാർ സൈറ്റിൽ വരാറില്ല എന്നുള്ളൊരു മിഥ്യാധാരണ കൂടി ഈ എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ അവിടെ പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടതാണ്. ഓരോ വാർഡിലും വർക്ക് നടക്കുന്നത് സെക്കൻഡ് സാറ്റർഡേ ആയാലും സൺഡേ ആയാലും പരമാവധി പറ്റാവുന്ന രീതിയിൽ ഓവർസിയർമാർ സൈറ്റിൽ വരുന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഈ വിഷയം ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഓവർസിയർ സൈറ്റിൽ വന്ന് കരാറുകാരൻ പറഞ്ഞു വെച്ച ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് നിന്നിട്ടുള്ളത്. ഒരിക്കലും ഇതൊരു അഴിമതി നടത്തേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഇല്ല. കാരണം ഇതിൻ്റെ ഫണ്ട് പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ നിർവഹണം മാത്രമാണ് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. കെട്ടിടത്തിന് പുറകിൽ കുറച്ചു നീങ്ങി കുളം കൂടിയുള്ളതിനാൽ പ്രവർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കിയാണ് നടത്തിയിട്ടുള്ളത്. കെട്ടിടത്തിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് പരിഹരിക്കാൻ കോൺട്രാക്ടർ പറഞ്ഞുവിട്ട ആളുകളെ സമരാനുകൂലികൾ തടയുകയാണ് ഉണ്ടായത്. പല വാർഡുകളിലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ഭരണസമിതി ഒന്നിച്ചു നിന്നാണ് കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ടു പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂവെന്നും പ്രസിഡന്റ് പറഞ്ഞു. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ.
ഞെരുവശ്ശേരി പാലിശ്ശേരി സ്വദേശി കുപ്ലിക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള ആഷിഖിനെയാണ് റിമാൻഡ് ചെയ്തത്. ഇക്കഴിഞ്ഞ 6-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചെർപ്പ് പൂച്ചിനിപ്പാടം സ്വദേശി വരാപ്പുഴ വീട്ടിൽ 28 വയസ്സുള്ള വിഷ്ണുവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ കേസെടുത്ത ചെർപ്പ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതിയായ ആഷിഖും മധു എന്നയാളും തമ്മിൽ വിഷ്ണുവിന്റെ വീടിന് മുന്നിലുള്ള പണിതീരാത്ത കെട്ടിടത്തിൽ വെച്ച് വാക്കുതർക്കമുണ്ടായിരുന്നു. തുടർന്ന് മധു വിഷ്ണുവുമായി സംസാരിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്ന ആഷിഖ് മധുവുമായി വീണ്ടും തർക്കിച്ച് ഇറങ്ങിപ്പോവുകയും കുറച്ചു കഴിഞ്ഞ് വീണ്ടും മധുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ കാണാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ആഷിഖ് വിഷ്ണുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആഷിഖ് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കേസിലും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. ചെർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ്, SCPOമാരായ ആരിഫ്, അനീഷ്, CPOമാരായ രജിത്ത്, അജിത് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടന്നൂർ ശാസ്താം കടവിൽ മോഷണം. ആതിര ഫീഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കള്ളൻ കയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ 4-ന് ലഭിച്ചു. സമീപത്തെ കടകളിലും മോഷണ ശ്രമമുണ്ടായി. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം. സംഭവത്തിൽ ഉടമകൾ പോലീസിൽ പരാതി നൽകി. ചെർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സംഗമവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സ്കൂളിൻ്റെ ഒരു പാരമ്പര്യം തന്നെ ഇവിടെ ചെറിയ വാക്കുകളിൽ വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഏതൊക്കെ ലെവല് വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ പറയുകയാണ്. 33% കുട്ടികൾ ഫുൾ A+ നേടി. അതിനോട് തൊട്ട് താഴെ ചെറിയ ചെറിയ പോയിന്റുകൾക്കായിരിക്കും മക്കളൊന്നും A+ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതൊരു കഠിനാധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് ഇവിടെ മാത്രമല്ല CNN സ്കൂളുകളിൽ കാണുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മുടെ കുട്ടികളെ അവരുടെ പാഠ്യേതര വിഷയങ്ങളിൽ ഏതൊക്കെ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയും, അതും അവരുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആ ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പ്രയത്നം അല്ലെങ്കിൽ അതിലൊരു വലിയൊരു ഡെഡിക്കേഷൻ തന്നെ CNN സ്കൂൾസ് നടത്താറുണ്ട്. അതിൽ അധ്യാപകർ മാത്രമല്ല PTA വളരെ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നത് തന്നെയാണ്. മാനേജ്മെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലുകളും നല്ല രീതിയിൽ സ്കൂളിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. PTA പ്രസിഡന്റ് സിജു ബാലൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ സബ് കളക്ടർ അഖിൽ P. മേനോൻ, മോട്ടിവേഷണൽ സ്പീക്കർ നിഷ റാഫേൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും വിദ്യാർത്ഥികളോടായ കാര്യം പറയാനുള്ളത്, നമ്മളൊരു വിജയോത്സവം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും വിജയിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കുക എന്നതാണ്. പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്ന് ഇന്നത് പഠിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഷർ നമ്മളെല്ലാവരും ഫേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഒരു പഠന കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ഒരു പ്രഷറായിട്ടില്ലെങ്കിൽ ഒരു ആഗ്രഹമായിട്ട് പലപ്പോഴും എൻ്റെ മാതാപിതാക്കൾ ഇന്നത് പഠിക്കണം എന്നുള്ളത് പറഞ്ഞത്. അവരുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ ഡോക്ടറാവണമെന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു +2 കാലയളവിൽ തന്നെ എനിക്കൊരു കാര്യത്തിൽ തിരിച്ചറിവുണ്ടായി. ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ സമ്മർദ്ദത്തിലാവുന്നത് എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻസ് ആയിരുന്നു. എനിക്ക് ഡോക്ടറായതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ലഭിക്കില്ല
എന്നൊരു തിരിച്ചറിവ് എനിക്ക് എൻ്റെ 12ാം ക്ലാസ് ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ LB എടുത്തെടുത്തത്. ഇന്ന് തിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല മാർഗമെന്നത് LB പഠിക്കാൻ പോയതാണ് എന്നതിനെ സന്തോഷത്തോടെ തന്നെ പോകുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റ് വിതരണം സ്കൂൾ മാനേജർ KG അച്യുതൻ നിർവഹിച്ചു. EP ഉണ്ണികൃഷ്ണൻ, AP ശ്യാംപ്രസാദ്, പത്മശ്രീ കുട്ടൻമാരാർ ബാലകൃഷ്ണൻ, ചേർപ്പ് പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ, സ്റ്റാഫ് സെക്രട്ടറി S സുനിൽ എന്നിവർ സംസാരിച്ചു. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ നാട്ടിക സ്വദേശിയുടെ ചികിത്സയ്ക്കായി നാട് കൈകോർക്കുന്നു. ജിജോ രതീഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസുകൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി അംഗങ്ങൾ തൃപ്രയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. നാട്ടിക പഞ്ചായത്തിലെ 7ാം വാർഡിൽ താമസിക്കുന്ന 38 വയസ്സുള്ള പണിക്കശ്ശേരി ജിജോ രതീഷാണ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. ഇദ്ദേഹം 3 വർഷമായി പാർക്കിൻസൺസ് രോഗത്തിന് ചികിത്സയിലായിരുന്നു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ഓട്ടോ ഡ്രൈവറായ രതീഷിന് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു പ്രദീപ് ചെയർമാനായും സനീഷ് ഇയാനി കൺവീനറായും സഹായ സമിതി രൂപീകരിച്ച് നാട്ടിക കേരള ഗ്രാമീൺ ബാങ്കിൽ ജിജോ രതീഷ് ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ജിജോ രതീഷിനുള്ള സാമ്പത്തിക സഹായങ്ങൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നാട്ടിക ശാഖയിൽ ആരംഭിച്ച 402101077106 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാവുന്നതാണ്. IFSC കോഡ് 00402882. ജിജോ രതീഷ് ചികിത്സാ സഹായ സമിതിയുടെ പേരിലാണ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുള്ളത്. പാർക്കിൻസൺസ് എന്നൊരു അസുഖമാണ്. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരുന്ന് തുടർന്ന് കഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു 15 ലക്ഷത്തോളം ചിലവുണ്ട് ഓപ്പറേഷന്. ഒരു സഹായ സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ ധനസഹായം ഒന്നും കിട്ടിയിട്ടില്ല. 38 വയസ്സുള്ള ആൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ഇനി അഡ്മിറ്റ് ആവാൻ വരാൻ പറഞ്ഞിട്ടുള്ളത്. അമൃത ഹോസ്പിറ്റലാണ്. നല്ല ചെലവുണ്ട്, 5 ലക്ഷം രൂപ. ഇങ്ങനെ ഒരു ചികിത്സ ഈ ഒരു ചെറുപ്പക്കാരിയായ ഒരു കുട്ടിയുടെ ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഇവർക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അങ്ങനെ ജീവിതം അതുകൊണ്ട് കുറ്റി പോണാണ്. അപ്പോൾ അങ്ങനെ പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു. ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നുള്ള നിർധനരം ആയ ഉൾപ്പെടെയുള്ള ആളുകളുടെ കഴിയാവുന്ന സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ. അപ്പോൾ സുമനസ്സുകളായിട്ടുള്ളവരുടെ നല്ല മനസ്സിന്റെ ഭാഗമായിട്ട് അവർക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായം നല്ല രീതിയിൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ നേന്ത്രവാഴ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. 2 ദിവസം മുൻപ് ഇതേയിടത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു. വനത്തിനോട് ചേർന്ന ഭാഗത്ത് വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതും തകർത്താണ് ആന കൃഷി സ്ഥലത്തേക്ക് എത്തുന്നത്. വൈദ്യുത വേലി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പല തവണകളിലായി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാട്ടാന മൂലം കർഷകർക്കുണ്ടായത്. രാത്രികാലങ്ങളിൽ പടക്കം പൊട്ടിച്ച് ഓടിക്കാറുണ്ടെങ്കിലും ഇവ കൂട്ടമായെത്തിയാണ് കൃഷി നശിപ്പിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷിയിറക്കിയ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കാട്ടാന ശല്യത്താൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണെന്നും ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9140 രൂപ, പവന് 73,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പഞ്ചായത്ത്
പഞ്ചായത്തിലെ അനുഗ്രഹ സ്മാർട്ട് അംഗൻവാടിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷം അംഗൻവാടിയിൽ ഒരുക്കുന്ന പുതിയ പദ്ധതികളിൽ വിരളി പൂണ്ടാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് ഭരണപക്ഷം. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. ഞെരുവശ്ശേരി പാലിശ്ശേരി സ്വദേശി കുപ്ലിക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള ആഷിഖിനെയാണ് റിമാൻഡ് ചെയ്തത്. കോടന്നൂർ ശാസ്താം കടവിൽ മോഷണം. ആതിര ഫീഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കള്ളൻ കയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ 4-ന് ലഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.